Hi friends, welcome back to Nijinas kitchen. നമുക്കിന്ന് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് പരിശുദ്ധമായ ബട്ടർ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം ഇവിടെ ബാംഗ്ലൂരൊക്കെ ജന്മാഷ്ടമി സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ ജന്മാഷ്ടമിയുടെ അന്നാണ് ഈ വെണ്ണ ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലുണ്ട് വെണ്ണയൊക്കെ ഇഷ്ടമുള്ളൊരു ഉണ്ണിക്കണ്ണൻ. അപ്പോൾ ആ ഒരു ഉണ്ണിക്കണ്ണന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വെണ്ണ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. നിങ്ങളും വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ബട്ടർ ഉണ്ടാക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വാങ്ങിക്കുന്ന ബട്ടറിലൊക്കെ കെമിക്കൽസ് ഒക്കെ ഉണ്ടാകും. വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നേ ദിവസം എൻ്റെ മോനെ ഒന്ന് കൃഷ്ണൻ്റെ രൂപത്തിലൊക്കെ ഒന്ന് അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് പിക്സ് കൂടി ഞാനിവിടെ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് വെണ്ണ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാല് തിളപ്പിച്ചിട്ട് ഒന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒന്ന് തണുക്കാൻ വെച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ അതിൻ്റെ പാട ഒന്ന് പൊങ്ങി വരും. അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് സൈഡിലോട്ട് മാറ്റി ഒരു സ്പൂണോ മറ്റോ എടുത്ത് നമുക്ക് ആ പാട മാത്രം ഒന്ന് വേർതിരിച്ചെടുക്കാം. നിങ്ങൾ നല്ലതായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഏകദേശം മുഴുവനായിട്ടും അടച്ചു വെക്കാതെ ഏകദേശം പകുതിയായിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ മുകളിലേക്ക് നല്ല കട്ടിയുള്ള പാൽപ്പാട കിട്ടും. കഴിവതും നിങ്ങൾ നാടൻ പശുവിൻ്റെ പാൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ അതാണ് നല്ലത്. ഞാനിവിടെ ഏകദേശം ഒരു 1-2 ആഴ്ച ഇതേപോലെ പാട മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ പാട മാറ്റിയെടുത്ത് ഫ്രീസറിൽ വെച്ച് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഏകദേശം 2 ആഴ്ചയോളം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള പാടയാണിത്. ഇത് ഞാനൊന്ന് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി പുറത്ത് വെക്കാം. ഇതിവിടെ ഇപ്പം നല്ല കട്ടിയായിട്ടാണുള്ളത്. നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ആവശ്യമാണ്. ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ തൈരാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റൂം ടെമ്പറേച്ചറിലേക്കായി മാറ്റി വന്ന ഈ പാൽപ്പാടയിലേക്ക് ഒരു 4 സ്പൂൺ തൈര് കൂടി ചേർത്ത് നമുക്ക് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പണ്ടത്തെ രീതിയിലൊക്കെ നമ്മൾ മത്തിലൊക്കെ ഉടച്ചിട്ടാണ് ഈ തൈരും വെണ്ണയൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതിനൊക്കെ പകരമായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ തൈരൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. തൈരൊക്കെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഏകദേശം ഒരു രാത്രി മുഴുവൻ ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് പുറത്ത് മാറ്റി വെക്കാം. ഇതിപ്പോൾ തലേ ദിവസം ഞാൻ തൈരൊക്കെ ഒഴിച്ച് സെറ്റാവാൻ വേണ്ടി വെച്ചതാണ്. ഇപ്പോൾ ഇവിടെ ഏകദേശം എല്ലാം കൂടി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കണം. നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിക്കുമ്പോഴാണ് ഇതിൽ നിന്ന് നമ്മൾ ഒറിജിനൽ വെണ്ണയായിട്ട് ഇത് മാറി വരുന്നത്. അതിനായിട്ട് ഇത് കുറച്ച് തണുപ്പുണ്ടായിരിക്കണം, ഒരിക്കലും ചൂടാവരുത്. ഇനി ഇതിലേക്ക് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല തണുത്ത വെള്ളം തന്നെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കണം. നല്ല തണുത്ത വെള്ളവും ഐസ് ക്യൂബ്സും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അടിച്ചു വരുമ്പം തന്നെ നമ്മുടെ ഇതിൽ നിന്ന് ഫാറ്റൊക്കെ വേർതിരിച്ച് വന്ന് നല്ല വെണ്ണ മുകളിലേക്ക് പൊങ്ങി വരാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്ത് കൊടുക്കാം. നല്ല ഹൈ സ്പീഡിൽ തന്നെ അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് ഇങ്ങനെ അടിച്ചു വന്നപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട്. നമുക്കിനി ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ഒന്നുകൂടി നല്ലതുപോലെ ഇത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിവിടെ ഇപ്പോൾ ഏകദേശം ഒന്ന് വെണ്ണയൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിത് കുറച്ച് സമയം അനങ്ങാതെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതാ കണ്ടോ വെണ്ണയൊക്കെ ഇങ്ങനെ വേർതിരിച്ച് വരും. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതേപോലെ അടുത്ത ബാച്ചും കൂടി ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. 2 ബാച്ചായിട്ടാണ് ഇവിടെ ഇപ്പോൾ അടിച്ചു വെച്ചിട്ടുള്ളത്. നല്ല ഹൈ സ്പീഡിൽ തന്നെ നിങ്ങൾ അടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാ ഇപ്പോൾ ഇവിടെ വെണ്ണയൊക്കെ മുകളിലേക്കായിട്ട് പൊങ്ങി വരികയും ആ പാലും വെള്ളവും ഒക്കെ താഴത്തേക്ക് മാറി നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കൈ വെച്ച് ഈ മുകളിലേക്ക് പൊങ്ങി വന്നിരിക്കുന്ന വെണ്ണയൊക്കെ സൈഡിലോട്ടൊന്ന് മാറ്റി മാറ്റി എടുത്തു കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളത്തിന് നമുക്ക് ഈ വെണ്ണ ഒന്ന് ഊറ്റിയെടുത്ത് മറ്റൊരു പാത്രത്തിലേക്കായി മാറ്റി കൊടുക്കാം. നമ്മുടെ കൈ വെച്ച് തന്നെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുത്ത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഈ മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുള്ള വെണ്ണ ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഞാൻ മുകളിലേക്ക് വന്ന എല്ലാ വെണ്ണയും മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാക്കിയുള്ള ഈ വെള്ളം നിങ്ങൾ കളയണ്ട. ഇതിൽ നമുക്ക് ബട്ടർ മിൽക്ക് ഉണ്ടാക്കാം. അതിൻ്റെ റെസിപ്പി കൂടി ഞാൻ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെണ്ണ ഇതാ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി പരിപാടികളുണ്ട് ഇതിലേക്ക് നമുക്ക്. അപ്പോൾ എപ്പോഴും ബട്ടറിൽ കുറച്ച് ഉപ്പുണ്ടാകുന്നതാണ് നല്ലത്. അതിനായിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി അൺസോൾട്ടഡ് ബട്ടറാണ് ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കണ്ട. എന്നിട്ട് ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് തിരുമ്മി കൊടുക്കാം. നമ്മൾ വെണ്ണയുടെ എല്ലാ ഭാഗത്തേക്കും ഉപ്പൊന്ന് പിടിച്ച് കിട്ടുന്നത് പോലെ നല്ലോണം ഒന്ന് തിരുമ്മി ഒന്ന് ആക്കി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ എല്ലാം കൂടി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ പാത്രത്തിലെ വെള്ളത്തിൽ നിന്നും ബട്ടർ ഒന്ന് മാറ്റിയെടുക്കാം. നമ്മളിനി ഇത് 1-2 പ്രാവശ്യം ഇത് വെള്ളം ഒഴിച്ച് നല്ല തണുത്ത വെള്ളം തന്നെ ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തണുത്ത വെള്ളം ഒഴിച്ച് നമുക്കിത് കഴുകി ഇതിലെ പാലിൻ്റെ അംശമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം.
ഞാൻ ഇവിടെ വീണ്ടും ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഒലച്ചൊലച്ച് നമുക്ക് കഴുകിയെടുക്കാം. ഇതിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള പാലിൻ്റെ അംശം മാറിക്കിട്ടണം. എന്നിട്ട് ഓരോ പ്രാവശ്യം നമുക്ക് ഇതുപോലെ കഴുകി കഴിഞ്ഞ ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മുകളിലേക്ക് ഊറി വരുന്ന വെണ്ണ എടുത്ത് മാറ്റി വെച്ച് കൊടുക്കാം. വീണ്ടും ഞാൻ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് കഴുകി കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3-4 പ്രാവശ്യം ഞാൻ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഒലച്ചൊലച്ചെടുത്ത് കഴുകി കൊടുക്കുന്നുണ്ട്. തണുത്ത വെള്ളം ഒഴിച്ചത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വെണ്ണ വേറെയും അതിലുള്ള പാലും വെള്ളവും ഒക്കെ വേറെയുമായിട്ട് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് കഴുകി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെണ്ണ നമുക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റിയെടുത്ത് വെച്ച് കൊടുക്കാം. ഇവിടെ ഈ പാത്രത്തിലേക്കും ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടി ഇതൊന്ന് ഊറിപ്പോവും. അതൊന്ന് കളഞ്ഞ് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ശുദ്ധമായ വെണ്ണ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള നല്ലൊരു തുടച്ച് ഉണക്കിയെടുത്തൊരു കണ്ടെയ്നറിലേക്ക് നമുക്കിതൊന്ന് മാറ്റി ഒന്ന് സെറ്റാക്കി കൊടുക്കാം. നമ്മൾ ഈ കണ്ടെയ്നറിലേക്ക് ഇട്ട് ഒന്ന് പരത്തിയെടുത്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് സ്പൂൺ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇനിയും എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശമൊക്കെ അതിൽ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പുറത്തോട്ടേക്ക് പോകും. അതൊക്കെ നിങ്ങളൊന്ന് ചെരിച്ച് കളഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും വീട്ടിൽ ഇതേപോലെ ട്രൈ ചെയ്യുക. നമ്മൾ ഡെയിലി ചായ വെക്കാനൊക്കെ എടുക്കുന്ന പാലുണ്ടാവുമല്ലോ, അതൊന്ന് തിളപ്പിച്ച് അതിൻ്റെ പാടയൊന്ന് മാറ്റിയെടുത്താൽ മതി. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ പരിശുദ്ധമായ വെണ്ണ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാവുന്നതാണ്. നമുക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് കുറേ ദിവസം സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാനൊരു സൂത്രം കൂടി കാണിച്ചു തരാം കേട്ടോ. ഞാനിവിടെ വീഡിയോ റെക്കോർഡൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് എൻ്റെ മോനും കൂടി മൊബൈലും എടുത്ത് വന്നിട്ട് വീഡിയോ ഒക്കെ ഒന്ന് റെക്കോർഡ് ചെയ്തെടുക്കുകയാണ്. വീഡിയോ റെക്കോർഡിങ് കഴിഞ്ഞ ഉടനെ തന്നെ അവൻ വെണ്ണ എടുത്ത് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.